വലിയ സ്രാവ ഒരു കഷ്ണം മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇനി ഇത് പൊളിച്ചെടുക്കണം. വലിയ ഒരു മെനക്കെട്ട ജോലിയാണ്. എന്നാലും ഇതൊന്ന് പൊളിച്ചെടുക്കട്ടെ ഞാനേ. സ്രാവെല്ലാം ഞാൻ വെട്ടി തൊലിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് കറി ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി എണ്ണയ്ക്കകത്ത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില എല്ലാം കൂടെ ഉള്ളിക്കകത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇതിനകത്തൊന്ന് കഴിച്ചെടുക്കാം, മൂപ്പിച്ചെടുക്കാം. നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ മൂക്കണം. മൂത്തെങ്കിൽ കറി റെഡിയാകത്തുള്ളൂ. കൂട്ടുകൾ മൂത്തില്ലെങ്കിൽ കറി കൊള്ളത്തില്ല. അതുകൊണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ച് തോട്ടുപുളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ വെന്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. കൂടിപ്പോയാൽ കുഴപ്പമാണ്. അങ്ങനെ അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീനൊന്ന് വാരി ഇട്ട് കൊടുക്കാം. ഈ സ്രാവും തിരണ്ടിയൊക്കെ മേടിക്കുമ്പോൾ ശകലം വെള്ളം ചെറിയ ചൂടാക്കി അതിനകത്തൊന്ന് ഇട്ട് കഴുകിയെടുത്താൽ ഇതിനകത്ത് വല്ല ചെവയോ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. ചെറിയ ചൂടേ ആകാവുള്ളൂ. അതുപോലെ തന്നെ തക്കാളിക്ക് അരച്ച് ചേർക്കാതെ കുടംപുളി മാത്രം ഇട്ട് കറി വെക്കാമെങ്കിൽ ഇത് ഒരാഴ്ചയോളം ഇരുന്നാലും ഇരിക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഒരു സാധനമാണ് തിരണ്ടി, സ്രാവ് ഒക്കെ. അതുകൊണ്ട് തക്കാളിക്കായൊന്നും അരച്ച് ചേർക്കരുത്. വടക്കംപുളി തന്നെ ഇട്ട് കറി വെച്ചേക്കണം. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ചേർന്ന് കൂട്ടാം. അങ്ങനെ മീനെല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. കറി മൂടി വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ അരമണിക്കൂറോളം ചെറിയ തീയിലിരുന്ന് കറിയെല്ലാം തിളച്ചിട്ടുണ്ട്. ഇനിയും ശകലം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും. ഇനി അതൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പറ്റട്ടെ. അങ്ങനെ നമ്മുടെ കറിയെല്ലാം വെന്ത് നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഉണ്ടോ? നാലും ശകലവും കൂടെ പറ്റണം. ഇച്ചിരി കൂടെ പറ്റട്ടെ. അങ്ങനെ നമ്മുടെ സ്രാവ് കറി എല്ലാം പറ്റിയിട്ടുണ്ട്. നല്ലപോലെ കുറുകി. ഉണ്ടോ? കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചേക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താൻ നോക്കാം. ബൈ.